സംസ്ഥാനത്തെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളിലൊന്നായ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് പദ്ധതി ഇപ്പോൾ നിശ്ചലാവസ്ഥയിലായിരിക്കുകയാണ്. 2019 മാർച്ചിന് മുൻപുള്ള വാഹനങ്ങളിൽ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കൽ നടക്കുന്നില്ല. പദ്ധതി മുടങ്ങിയതിന് പിഴ നൽകേണ്ടി വരുന്നത് വാഹന ഉടമകളാണ്. സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്ന കേരള വാഹനങ്ങളാണ് അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ വൻതുക പിഴ നൽകേണ്ടി വരുന്നത്. അഷിൻ ഡിയാഗോയുണ്ട് വിശദാംശങ്ങളുമായി. അഷിൻ, എന്തുകൊണ്ടാണ് ഇതിപ്പോൾ നിശ്ചലാവസ്ഥയിലായിരിക്കുന്നത്? ഈ പദ്ധതി ഇത് ഘടിപ്പിക്കാൻ കഴിയുന്നില്ല, അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പുറത്തു പോകുന്ന വാഹനങ്ങളൊക്കെ വലിയ തുകയും നൽകേണ്ടി വരികയാണല്ലോ. വിനിത, അത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള തർക്കം. അതിന് പിഴ ഈടാക്കുന്നത് അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരുന്നത് പാവപ്പെട്ട വാഹന ഉടമകളാണ്, ഡ്രൈവർമാരാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇത് ഒരു അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ആണ്. ഈ നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ വെക്കാനത് 2019 ഇത്തരത്തിൽ ഈ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ വെക്കണം എന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇറക്കുന്നത്. ഈ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ദുരുപയോഗം ചെയ്തുള്ള കുറ്റകൃത്യങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് വാഹനങ്ങളിൽ നിന്ന് പഴയ പോലെ സ്ക്രൂ വെച്ച് ഈ നമ്പർ പ്ലേറ്റുകൾ മാറ്റാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്പർ പ്ലേറ്റുകൾ മാറ്റിക്കൊണ്ടുള്ള മറ്റു നിയമലംഘനങ്ങൾ നടത്താൻ ഒരാൾക്ക് കഴിയില്ല. മാത്രമല്ല, രാത്രിയായാൽ ഈ നമ്പർ പ്ലേറ്റുകൾ വളരെ വ്യക്തമായി തന്നെ AI ക്യാമറയാണെങ്കിലും മറ്റ് ക്യാമറകളിലാണെങ്കിലും കാണാൻ കഴിയും എന്നുള്ളതാണ്. കൂടാതെ ഈ നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് അറിയാനും സാധിക്കും. മാത്രമല്ല, അത് പിന്നീട് അതേ നമ്പർ പ്ലേറ്റ് വെക്കുന്നെങ്കിൽ വളരെ നിയമ നടപടികളടക്കം സ്വീകരിച്ച് ഒരു വലിയ പ്രോസസ്സ് തന്നെയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ വെക്കാൻ കഴിയൂ. പക്ഷേ ഇപ്പോൾ ഇത് കേരളത്തിൽ നടക്കുന്നില്ല എന്നുള്ളതാണ്. 2019 മാർച്ചിന് ശേഷമുള്ള വാഹനങ്ങളിൽ വാഹന ഉടമകൾ ഷോറൂമിൽ നിന്ന് തന്നെ അവർ തന്നെ ഈ നമ്പർ പ്ലേറ്റുകൾ വെച്ച് നൽകിയതിന് ശേഷം മാത്രമേ പുറത്തിറക്കാവൂ എന്നതാണ് നിർദ്ദേശം. പക്ഷേ അതിന് മുന്നോടിയായിട്ടുള്ള 2019 മുതലുള്ള വാഹനങ്ങളിൽ ഇത്തരത്തിൽ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര നിർദ്ദേശമാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച പരിശോധനകളോ പിഴ ഈടാക്കലോ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് തമിഴ്നാട്, കർണാടക ആ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ ഇത് പിഴ അടയ്ക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക്. കാരണം ഇത് പഴയ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീജിത്തും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഗതാഗത മന്ത്രിയും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ നടപടികൾ മുങ്ങിപ്പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിഴ അടയ്ക്കേണ്ടി വരുന്നത് സാധാരണ യാത്രക്കാരാണ്. ഏതാണ്ട് 5,000-6,000 രൂപയാണ് ഈ അതിസുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കാത്തത് കൊണ്ട് മാത്രം യാത്രക്കാർക്ക് നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് അഴിമതിക്ക് വലിയ രീതിയിൽ വകവെക്കുന്നു എന്നുള്ളതാണ്. കാരണം പല ഉദ്യോഗസ്ഥരും വാഹന പരിശോധനയുടെ പേരിൽ ഇത് വലിയ രീതിയിൽ ആളുകളിൽ നിന്ന് പണം പിഴിഞ്ഞീടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാകണം, അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തണം എന്നുള്ളത് ഹൈക്കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഹൈക്കോടതി ഇത് സംബന്ധിച്ച് ഒരു ഉത്തരവും ഇറക്കിയിരുന്നു. ഈ പഴയ വാഹനങ്ങളുടെ ആ കമ്പനിക്കാർ തന്നെ ഈ വാഹനങ്ങളിൽ ഈ നമ്പർ പ്ലേറ്റുകൾ ഘടിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ പിന്നീട് അതിന് അപ്പീൽ പോവുകയും അത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ഈ ഒരു പദ്ധതി ഏതാണ്ട് നിശ്ചലാവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുള്ളതും. പിന്നിതാ ശരിയാണ്, ഗതാഗത മന്ത്രിക്ക് ഏതായാലും അറിയാത്തതല്ല ഈ വിഷയം. പുതിയ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കുന്നതിനിടയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അടിയന്തര ശ്രദ്ധയിലേക്ക് ഞങ്ങൾ റിപ്പോർട്ടും വെക്കുകയാണ്. അഷിൻ ഡിയാഗോ, ഇക്കാര്യത്തിൽ എന്താണ് ഗതാഗത മന്ത്രിക്കും ഗതാഗത കമ്മീഷണർക്കും ഒക്കെ പറയാനുള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടി തേടുക. നമുക്ക്